ഹായ് ആൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ഓഫ് ഇക്വാലിറ്റി ഓഫ് മീൻസ് ആണ്. എന്ന് വെച്ചാൽ രണ്ട് സാമ്പിൾസ് എടുക്കുന്നു വിചാരിക്കാം. അപ്പോൾ ഒരേ പോപ്പുലേഷനിൽ രണ്ട് രീതിയിലുള്ള സാമ്പിൾസ് എടുക്കുന്നു, എന്നിട്ട് ആ സാമ്പിൾസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹൈപ്പോത്തിസിസിൻ്റെ പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ലാർജ് സാമ്പിൾ ടെസ്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഡാറ്റ ഉണ്ടാവും, രണ്ട് മീൻ ഉണ്ടാവും. അപ്പോൾ ആ മീന് തമ്മിലുള്ള ഇക്വാലിറ്റീസ് ചെക്ക് ചെയ്യലാണ് നമ്മൾ ഇവിടുത്തെ മെത്തേഡ്. ഇവിടെയും നമ്മൾ നേരത്തെ പണ്ട് പഠിച്ച എല്ലാ കാര്യങ്ങളും തന്നെയാണ്, അതായത് പോപ്പുലേഷൻ മീനിൻ്റെ അതുപോലെ പോപ്പുലേഷൻ പ്രപ്പോർഷൻ്റെ ഒക്കെ കേസ് പഠിച്ച അതേ ഐഡിയ തന്നെയാണ്, അതേ സ്റ്റെപ്സ് തന്നെയാണ്. ആകെ വ്യത്യാസം വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൽ വരുന്നൊരു മാറ്റവും നൾ ഹൈപ്പോത്തിസിസിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട പാരാമീറ്ററിൽ വരുന്ന വ്യത്യാസവും മാത്രമാണ്. ബാക്കി ഹൈപ്പോത്തിസിസ് അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഒക്കെ അതുപോലെ തന്നെ വരുന്ന മൂന്ന് കേസസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് എറർ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള റാൻഡം സാമ്പിൾസ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഞാൻ എടുക്കുന്നു. x1, x2, etc. xm is a random sample from distribution with a mean mu1 and variance sigma 1 square. അതുപോലെ തന്നെ y1, y2, etc. yn is a random sample from a distribution with a mean mu2 and variance sigma 2 square. Then x and y are independent to each other. എന്ന് വെച്ചാൽ ഒന്ന് ഒരു സാമ്പിൾ എടുക്കുന്നു, മറ്റേന് ഒരു യാതൊരു വിധത്തിലും കണക്ട് ചെയ്യുന്നില്ല. ഒരാൾ റാൻഡമായിട്ടൊരു 10 സാമ്പിൾ ചൂസ് ചെയ്യുന്നു, മറ്റാളും റാൻഡമായിട്ടൊരു വേറൊരു 10 സാമ്പിൾ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ 20 സാമ്പിൾ ചൂസ് ചെയ്യുന്നു. അവർ തമ്മിൽ പരസ്പരം ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ അത് നമുക്ക് ഇൻഡിപെൻഡൻ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഈ പറഞ്ഞിരിക്കുന്ന സാമ്പിൾ എറർ എന്താണെന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ മൈനസ് വൈ ബാറിൻ്റെ സാമ്പിൾ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് സിഗ്മ എക്സ് ബാർ മൈനസ് വൈ ബാർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ഡിവൈഡ് ബൈ എം പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ എൻ. നിങ്ങൾ നേരത്തെ സിംഗിൾ മീനിൻ്റെ കേസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ ആയിട്ട് എന്താ എടുത്തത്, സിഗ്മ ബൈ റൂട്ട് 10 ആയിരുന്നു സിംഗിൾ മീനിൻ്റെ കേസിൽ വരിക. ഇതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓൾറെഡി ഈ ഹൈപ്പോത്തിസിസ് പറയുന്ന സമയത്ത് തന്നെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക് മൈനസ് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എററാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മ്യൂന് ഈ പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷൻ മീനിൻ്റെ കേസിൽ അറിയാം, എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡ് ബൈ സിഗ്മ ബൈ റൂട്ട് 10. ഈ സിഗ്മ ബൈ റൂട്ട് 10 ആണ് അവിടെ എന്തായിട്ട് വരുന്നത്, സ്റ്റാൻഡേർഡ് എറർ ആയിട്ട് വരുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ബൈ എൻ ആണ് അതിൻ്റെ വേരിയൻസ് വരിക. ഇവിടെ രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ആദ്യത്തേതിൻ്റെ സിഗ്മ 1 സ്ക്വയർ ബൈ എം, രണ്ടാമത്തേതിൻ്റെ സിഗ്മ 2 സ്ക്വയർ ബൈ എൻ, അതിൻ്റെ രണ്ടിൻ്റെ സമ്മിൻ്റെ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ ആയിട്ട് വരിക. ഐഡിയ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ മൈനസ് വൈ ബാർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെടുത്ത് x1, x2, etc. എക്സിൻ്റെ മീനാണ്, സാമ്പിൾ മീനാണ്. അതുപോലെ വൈ ബാർ എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത രണ്ടാമത്തെ സാമ്പിൾ y1, y2 അപ് ടു yn വരെയുള്ള n സാമ്പിൾ സൈസുള്ള സാമ്പിളിൻ്റെ സാമ്പിൾ മീനാണ് വൈ ബാർ. ഓക്കെ, ആ ടെസ്റ്റ് പ്രൊസീജിയർ സെയിം ആണ്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 7 സ്റ്റെപ്പ് ഉണ്ടാകും. ആ സ്റ്റെപ്പിൽ ആകെ വ്യത്യാസം വരുന്നത് മാത്രം ഞാനിവിടെ എഴുതുന്നു. ഒന്ന് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് ആണ്. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ എന്താ വരിക, ഇവിടെ വരുന്നത് നൾ ഹൈപ്പോത്തിസിസിൻ്റെ കേസിൽ രണ്ട് മീൻ ഉണ്ട്. അപ്പോൾ രണ്ട് മീൻ എന്ന് പറയുമ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെയും രണ്ട് കേസ് ഉണ്ട്, ഒന്ന് സിഗ്മ 1ഉം സിഗ്മ 2ഉം n ലാർജ് ആയിട്ട് അൺനോൺ ആവുന്ന കേസ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വേണമെങ്കിൽ n ലാർജ് ആവുന്ന സമയത്ത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് ഇക്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം n ലാർജ് ആവുന്ന കേസ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇപ്പം സിഗ്മ 1 സ്ക്വയർ സിഗ്മ 1 നമുക്ക് അറിയാത്തതാണെങ്കിൽ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മ 1ന് പകരം നമുക്ക് S1 യൂസ് ചെയ്യാം, സിഗ്മ 2ന് പകരം നമുക്ക് എന്ത് ചെയ്യാം, S2 യൂസ് ചെയ്യാം. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കുക ജസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡാറ്റയുണ്ട്, mu1 mu2 എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങൾ. അപ്പോൾ ഈ രണ്ട് ഹൈപ്പോത്തിസിസിൻ്റെ മീൻ തമ്മിലുള്ള ഡിഫറൻസ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ വാലിഡ് ആണോ എന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന രണ്ടിനും കുറച്ച് സാമ്പിൾസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ടെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ h0 mu1 മൈനസ് mu2 ഈക്വൽ ടു ഡെൽറ്റ നോട്ട് എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ വാല്യൂ എന്നേ ഉള്ളൂ, വേറെ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് അതിനില്ല. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ശ്രദ്ധിക്കുക.
x bar minus y bar divided by root of sigma 1 square by m plus sigma 2 square by n. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് ബാർ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സെറ്റ് ഇസ് ഇക്വൽ ടു എക്സ് ബാർ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ എം പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ എൻ, വേർ സിഗ്മ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എം സൈസുള്ള സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ വേരിയൻസ് ആണ്. അതുപോലെ സിഗ്മ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൻ സൈസുള്ള സാമ്പിൾ സൈസിൻ്റെ വേരിയൻസ് ആണ്. അതൊന്ന് ഓർത്ത് വെക്കാം. ദെൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് എങ്ങനെ തന്നെയായിരിക്കും? സ്വാഭാവികമായിട്ടും നമുക്ക് ഇതേ രീതിയിൽ തന്നെ പറയാം. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് 3 ടൈപ്പ് ഉണ്ടാവും. ഏതൊക്കെയാണ് നമ്മുടെ 3 ടൈപ്പ് എന്ന് പറഞ്ഞാൽ? ഒന്ന് ഗ്രേറ്റർ ദാൻ ടൈപ്പ്, ഒന്ന് ലെസ് ദാൻ ടൈപ്പ്, ഒന്ന് നോട്ട് ഈക്വൽ ടു ടൈപ്പ്. അപ്പോൾ ആ 3 ടൈപ്പും ഇവിടെയും വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇപ്പം വരുമ്പം μ1 മൈനസ് μ2 ആണ് നമ്മുടെ എന്ത് നൾ ഹൈപ്പോത്തസിസ് വരുന്ന വാല്യൂ. അപ്പം μ1 മൈനസ് μ2 ഗ്രേറ്റർ ദാൻ ഡെൽറ്റ നോട്ട്. അവിടെ റിജക്ഷൻ റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ ആൽഫ വാല്യൂ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണെങ്കിൽ, ആൽഫ ആണെങ്കിൽ സെറ്റ് ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു സെറ്റ് ആൽഫ ആണ് നമ്മുടെ എന്ത് ക്രിട്ടിക്കൽ റീജിയൻ. അതുപോലെ എച്ച് μ1 മൈനസ് μ2 ലെസ് ദാൻ ഡെൽറ്റ നോട്ട്. രണ്ടാമത്തെ രീതിയിലാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വരുന്നതെങ്കിൽ സെറ്റ് ലെസ് ദാൻ ഇക്വൽ ടു മൈനസ് സെറ്റ് ആൽഫയാണ് നമ്മുടെ എന്ത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ക്രിട്ടിക്കൽ റീജിയൻ. അതുപോലെ എച്ച് μ1 മൈനസ് μ2 നോട്ട് ഈക്വൽ ടു ഡെൽറ്റ നോട്ട് ആണെങ്കിൽ എയ്തർ സെറ്റ് ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു സെറ്റ് ആൽഫ ബൈ 2 ഓർ സെറ്റ് ലെസ് ദാൻ ഇക്വൽ ടു മൈനസ് സെറ്റ് ആൽഫ ബൈ 2. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ വരിക. ആ ടെസ്റ്റിൻ്റെ പേരും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. ഓക്കെ, ദെൻ നമ്മുടെ ഒരു പ്രോബ്ലത്തിലേക്ക് വരുന്നു. Okay, analysis of a random sample consisting of specimens of m equal to 20 cold rolled steel to determine yield strength resulted in a sample average strength of x bar equal to 29.8 ksi. A second random sample of two-sided galvanized steel specimen gave a sample average strength of y bar equal to 34.7 ksi. Assuming that the two yield strength distribution are normal with sigma 1 equal to 4 and sigma 2 equal to 5, does the data indicate that the corresponding true average yield strength mu1 and mu2 are different? Test at significance level 0.01. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ എന്ത് സ്ട്രെങ്ത് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി 2 ടൈപ്പ് ഡാറ്റയുണ്ട്. 2 ടൈപ്പ് ഡാറ്റയിൽ അല്ലെങ്കിൽ 2 സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 സംഭവങ്ങളാണെന്ന് വിചാരിക്കുക. അതിൽ ഒരു സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ ആവറേജ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ആവറേജ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് ബാർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതെത്രയാണ്? 29.8 KSI ആണ്. അതുപോലെ രണ്ടാമത് വേറൊരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ സാമ്പിൾ ആവറേജ് സൈസ്, സാമ്പിൾ ആവറേജ് സൈസ് എന്ന് പറഞ്ഞാൽ വൈ ബാർ. ഓക്കെ, സാമ്പിൾ ആവറേജ് സൈസ് എത്രയാണ് തന്നിട്ടുണ്ട്? 34.7 KSI ആണ്. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന 2 ഇതിൻ്റെയും 2 കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്തും അതിൻ്റെ വാല്യൂസ് എന്താണ്? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് വൺ. അതായത് എക്സ് ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 4 ആണ്. രണ്ടാമത്തതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് ഇത്രയാണ്: ഡാറ്റ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ കറസ്പോണ്ടിങ് ട്രൂ ആവറേജ് yield strength mu1 and mu2 ആർ ഡിഫറെൻറ്റ്. രണ്ടിൻ്റെയും yield strength എന്താണ്? ഡിഫറെൻ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ശരിക്കും പറഞ്ഞാൽ എന്താണ് മീനിങ്? നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ് ഇവിടെ? mu1 നോട്ട് ഈക്വൽ ടു mu2 എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ഇവിടെ എന്തായിട്ട് എടുക്കാം? mu1 നോട്ട് ഈക്വൽ ടു mu2 ആയിട്ട് എടുക്കുമ്പോൾ h0 എന്തായിട്ട് എടുക്കാം? mu1 ഈക്വൽ ടു mu2 അല്ലെങ്കിൽ mu1 മൈനസ് mu2 ഈക്വൽ ടു 0. 2 രീതിയിൽ എടുത്താലും നൾ ഹൈപ്പോത്തസിസ് ശരിയാണ്. അപ്പോൾ നമുക്കിവിടെ പ്രോബ്ലത്തിൻ്റെ ബേസിലേക്ക് വരാം. ആദ്യം പാരാമീറ്റർ കണ്ടെത്തുക. പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടുത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ mu1 മൈനസ് mu2 ആണ്. The difference between the true average strength for 2 types of steel.
ഓക്കെ, ദ നൾ ഹൈപ്പോത്തിസിസ് എച്ച് നോട്ട് എന്ത് വരും? μ1 മൈനസ് μ2 ഈക്വൽ ടു 0. അതായത് μ1 ഉം μ2 തമ്മിൽ എന്തില്ല? ഡിഫറൻസ് ഇല്ല എന്നാണ് ഞാൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ടെക്സ്റ്റിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വേണമെങ്കിൽ μ1 ഈക്വൽ ടു μ2 എന്നും സാധാരണ ഡിനോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാം. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ജസ്റ്റ് ഡിഫറെൻ്റ് ആണോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ, മോർ ദാൻ ഓർ ലെസ് ദാൻ ആ ടൈപ്പ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എച്ച് μ1 മൈനസ് μ2 നോട്ട് ഈക്വൽ ടു 0. ദെൻ എച്ച് ട്രൂ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? μ1 ഉം μ2 തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും എന്നർത്ഥം. നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്ക് സെഡ് ആൽഫ ഇസിക്കൽ ടു എന്ത് വരും? എക്സ് ബാർ മൈനസ് വൈ ബാർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് σ1 സ്ക്വയർ ബൈ എം പ്ലസ് σ2 സ്ക്വയർ ബൈ എൻ. ഓൾറെഡി എല്ലാ ഡാറ്റയും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇനി എന്താ വേണ്ടു? ആ ഡാറ്റാസ് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്രിട്ടിക്കൽ റീജിയൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നോക്കാം. ദ ഇനിക്വാലിറ്റി ഇൻ എച്ച് എ ഇംപ്ലൈസ് എന്താണ്? ഇവിടെ നോട്ട് ഈക്വൽ ടു സിമ്പിൾ ആണ് അല്ലേ? അപ്പോൾ നോട്ട് ഈക്വൽ ടു സിമ്പിൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വരുന്ന ക്രിട്ടിക്കൽ റീജിയൻ അല്ലെങ്കിൽ റീജിയൻ ഓഫ് റിജക്ഷൻ എന്ന് പറയുന്ന ഏത് രീതിയിലാണ് വരിക? ടു ടൈൽഡ് ആണ്. അപ്പോൾ രണ്ട് രീതിയിൽ വരാം. ഒന്ന് സെഡ് ആൽഫ ബൈ 2 എന്ന് വരുന്ന സെഡ് എന്താണ്? സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 അല്ലെങ്കിൽ സെഡ് ലെസ് ദാൻ ഈക്വൽ ടു മൈനസ് സെഡ് ആൽഫ ബൈ 2. രണ്ട് രീതിയിൽ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 0.01 ആണ് ആൽഫ. ദാറ്റ് മീൻസ് 1%. ഓക്കെ, 1% ആണ് നമ്മുടെ ഡിസൈർഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന ടു ടൈൽ ടെസ്റ്റ് നോക്കുക. ടു ടൈൽ ടെസ്റ്റിൽ 1%ൽ സെഡ് ആൽഫ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2.58. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഏത് രീതിയിൽ കൺസിഡർ? ടു ടൈൽഡ് ടെസ്റ്റ് ആയിട്ട് തന്നെ എടുത്തത് കൊണ്ട് അവിടെ ആൽഫേനെ പകുതിയാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളായിട്ട് മാനുവലായി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ആൽഫ ബൈ 2 എന്നുള്ളത് 0.005 ആയിട്ട് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഈ ടെസ്റ്റ് അതുപോലെ ഈ ടേബിൾ പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? വേറൊന്നും ആലോചിക്കേണ്ട, ആ വാല്യൂ അങ്ങനെ തന്നെ എടുത്താൽ മതി. ഇത് ശരിക്കും എന്ത് തന്നെയാണ്? സെഡ് ആൽഫ ബൈ 2ൻ്റെ വാല്യൂ തന്നെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, in HA implies that the test is two-tailed. So നമ്മളെ റിജക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ വരും? ആൽഫ ഈക്വൽ ടു 0.01 ആയതുകൊണ്ട് ആൽഫ ബൈ 2 0.005. അതിൻ്റെ അകത്ത് നമുക്ക് സെഡ് ആൽഫ ബൈ 2 ഒന്നിക്കിൽ ആ ടെസ്റ്റിൽ നമ്മൾ പഠിച്ച രീതിയിൽ 2.58 എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അവിടെ കൺഫ്യൂഷൻ ആവരുത്, കാരണം അവിടെ ഞാൻ മോഡ് സെഡ് ആൽഫ എന്നുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ആ വാല്യൂ ഞാൻ അവിടെ കൊടുത്തത് ശരിക്കും എന്താണ്? സെഡ് ആൽഫ ബൈ 2ൻ്റെ വാല്യൂ ആണെന്നും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ സെഡ് ആൽഫ ബൈ 2 എന്ന് പറഞ്ഞാൽ 2.58. ദെൻ നമ്മൾ റിജക്ഷൻ എന്ന് പറയുന്ന രണ്ട് രീതിയിൽ വരാം. ഒന്ന് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.58 ആയിരിക്കാം, അല്ലെങ്കിൽ സെഡ് ലെസ് ദാൻ ഈക്വൽ ടു മൈനസ് 2.58. രണ്ട് രീതിയിലുള്ള വാല്യൂയിൽ വന്നാലും നമുക്ക് എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യാം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന സെഡ് വാല്യൂ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൽ കാൽക്കുലേഷൻസ് ചെയ്യുകയാണ്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? തന്നതിൽ ആദ്യം എം എത്രയാണ് തന്നിട്ടുണ്ട്? 20 തന്നിട്ടുണ്ട്. അതുപോലെ എക്സ് ബാർ 29.8 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ വൈ ബാർ 34.7 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ N2 എന്ന് പറയുന്നത് 2 ആണ്. ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് സാമ്പിളിൽ N2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? N2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി 25 എന്ന് തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഇതിൻ്റെ കൂടെ N2 ഈക്വൽ ടു 25 എന്നുള്ളൊരു ഡാറ്റയും കൂടി ഉണ്ട്, ജസ്റ്റ് മിസ്സിങ് ആണ്. ഓക്കെ, അപ്പോൾ N2 ഈക്വൽ ടു 5 ആണെന്ന് തന്നിട്ടുണ്ട്. സോറി, N2 അല്ല, Nൻ്റെ വാല്യൂ N ഈക്വൽ ടു 25 ആണ് തന്നിട്ടുണ്ട്. σ1 തന്നിട്ടുണ്ട്, σ2 തന്നിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ ഒക്കെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, കാരണം എക്സ് ബാർ മൈനസ് വൈ ബാർ ബൈ റൂട്ട് ഓഫ് σ1 സ്ക്വയർ ബൈ എം പ്ലസ് σ2 സ്ക്വയർ ബൈ എൻ ആണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി 29.8 മൈനസ് വൈ ബാറിൻ്റെ വാല്യൂ 34.7 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് σ1 സ്ക്വയർ. σ1 ആണ് 4, അപ്പോൾ σ1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ബൈ N1. എമ്മിൻ്റെ വാല്യൂ 20 ആണ്. രണ്ടാമത്തെ സാമ്പിൾ സൈസ് 25 ആണ്. അത് ക്വസ്റ്റ്യനിൽ ഡാറ്റ തരാൻ വിട്ടുപോയതാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ Nൻ്റെ വാല്യൂ 25. ഓക്കെ, അപ്പോൾ Nൻ്റെ വാല്യൂ 25 ആയതുകൊണ്ട് ആ വാല്യൂ അവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് സിംപ്ലിഫൈ ചെയ്താൽ സെറ്റിൻ്റെ വാല്യൂ മൈനസ് എന്ത് വരും? മൈനസ് 3.66 എന്ന് പറഞ്ഞ വാല്യൂ വരും. അപ്പോൾ സെഡ് ആൽഫ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എത്ര കിട്ടത്?
സെറ്റ് ആൽഫ ബൈ 2 എന്ന് പറഞ്ഞാൽ 2.58 ആണ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് സെറ്റ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് എന്ത് വരും? നെഗറ്റീവ് 2.58. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ സെറ്റ് വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞില്ലേ, രണ്ട് രീതിയിലുള്ള ക്രിട്ടിക്കൽ റീജിയൻ ഉണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ മതി. ഓക്കെ, അപ്പം നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിട്ട് തന്നെ കമ്പയർ ചെയ്യുക. അപ്പോൾ സെറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ 3.66, അതുപോലെ 2.58. നെഗറ്റീവ് ആയതുകൊണ്ട് ഏതാ വലുത്? -2.58 ആണ് വലുത്. ദാറ്റ് ഈസ് സെഡ് ലെസ് ദാൻ ഈക്വൽ ടു സെഡ് ആൽഫ മൈനസ് സെഡ് ആൽഫ ബൈ 2. ഓക്കെ, എന്ന് വെച്ചാൽ സെഡ് ലെസ് ദാൻ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 മൈനസ് സെഡ് ആൽഫ ബൈ 2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെഡ് ഫാൾസ് ഇൻ ദി ലോവർ ടെയിൽ ഓഫ് ദി റിജക്ഷൻ റീജിയൻ. ദെർഫോർ എന്താണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ക്രിട്ടിക്കൽ റീജിയൻ്റെ വാല്യൂ, സെഡ് വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? റിജക്ഷൻ റീജിയനിലാണ് വീഴുന്നത്. അതുകൊണ്ട് H0 നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് അറ്റ് സിഗ്നിഫിക്കൻസ് ലെവൽ 0.01 ഇൻ ഫേവർ ഓഫ് ദി കൺക്ലൂഷൻ ദാറ്റ് നമുക്ക് എന്ത് പറയാം? H0 റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ H1 ആക്സെപ്റ്റ് ചെയ്യുക. H1 ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? അവ തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. μ1 not equal to μ2. Conclusion that μ1 not equal to μ2. That is, the sample data strongly suggested that the true average yield strength for cold rolled steel differs from the that for galvanized steel. രണ്ട് ടൈപ്പ് സ്റ്റീലാണ്. അപ്പോൾ ആ സ്റ്റീലിൽ ഒന്നിൻ്റെ ആവറേജ് ലൈഫ് ലെങ്ത് എന്ന് പറയുന്നത് മറ്റേതിനെക്കാട്ടി എന്താണ് ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഈ ഒരു പ്രൊസീജിയർ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്നിൻ്റെ വാല്യൂ ലാർജ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന σ1 σ2 പറയും നമുക്ക് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യാം. ദ അസംഷൻസ് ഓഫ് നോർമൽ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ and known values of σ1 and σ2 are fortunately unnecessary when both sample size are sufficiently large. രണ്ട് എമ്മും എന്നും ലാർജ് ആണെങ്കിൽ σ1നും σ2ക്കും പകരം നമുക്ക് എന്ത് ചെയ്യാം? സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ S1ഉം S2ഉം യൂസ് ചെയ്യാം. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ വരുന്ന വ്യത്യാസം ജസ്റ്റ് σ1നും σ2ക്കും പകരം എന്ത് ചെയ്യുക? S1ഉം S2ഉം കൊടുക്കുക. ഓക്കെ, ഇത് സാധാരണ രീതിയിൽ എന്നും എമ്മും >40 ആകുമ്പോഴാണ്. 30 ആയാലും കുഴപ്പമില്ല, 30 ആകുമ്പോഴും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് അതിൻ്റെ അകത്ത് നോക്കാം. ദ ആർട്ടിക്കിൾ എഫക്റ്റ് ഓൺ ഫാസ്റ്റ് ഫുഡ് കൺസംഷൻ ഓൺ എനർജി ഇൻടേക്ക് ആൻഡ് ഡയറ്റ് ക്വാളിറ്റി എമംഗ് ചിൽഡ്രൻ ഇൻ എ നാഷണൽ ഹൗസ് ഹോൾഡ് സ്റ്റഡി reported the accompanying summary data on daily calorie intake both for a sample of teens who said they did not typically eat fast food and another sample of teens who said that they did usually eat fast food. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിൻ്റെ കുട്ടികളുടെ ഒരു റിപ്പോർട്ടാണ്. ഈ പറഞ്ഞിരിക്കുന്ന എത്ര പേര് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നുണ്ട്, അതുപോലെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ആവറേജ് ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നു. കുറേ ആൾക്കാർ എസ് പറയും, കുറേ ആൾക്കാർ നോ പറയും. അതുപോലെ രണ്ടാമത് വേറൊരു ലൊക്കാലിറ്റി ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാമ്പിൾസ് ഇവിടെ ബേസിക് ഇതെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് കൺസംഷനാണ്. ഓക്കെ, does this data provide a strong evidence for concluding that true average calorie intake for teens who typically eat fast food exceeds by more than 200 calories per day? The true per day of the true average intake for those who don't typically eat fast food. Okay, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആവറേജ് കലോറി വാല്യൂവിൻ്റെ സാമ്പിൾ ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സാമ്പിൾ സൈസ്, സാമ്പിൾ മീൻ, ആവറേജ് മീൻ ആണ്, അതായത് കലോറിക് വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത് 2258ഉം. അതായത് ഫാസ്റ്റ് ഫുഡ് കഴിക്കാത്തവരുടെ ആവറേജ് കലോറിക് വാല്യൂ എത്രയാണ്? 2258 ആണ്. അതുപോലെ തന്നെ കഴിക്കുന്നവരുടെ കലോറി വാല്യൂ എത്രയാണ്? 2637 ആണ്. ഓക്കെ, അതുപോലെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആ കലോറിക് വാല്യൂവിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1519, അതുപോലെ 1138. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കഴിക്കുന്നവരെയും കഴിക്കാത്തവരെയും രണ്ട് സാമ്പിൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, കഴിക്കുന്നവരെ കുറേ ആൾക്കാരുണ്ട്, കഴിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കഴിക്കുന്നവരും കഴിക്കാത്തവരും നോ എസ് ആയിട്ടുള്ളതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 413 സാമ്പിൾ ഇവിടുന്ന് എടുക്കുന്നു. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 663 ആൾക്കാരുടെ സാമ്പിൾ എടുക്കുന്നു. അപ്പോൾ ഈ 663 ആൾക്കാരുടെ സാമ്പിൾ എടുത്ത സമയത്ത് അവരുടെ എന്ത് ചെയ്യുന്നു? ആവറേജ് കലോറി ഇൻടേക്ക് നോക്കുന്നു. അതിൻ്റെ ആവറേജ് ആണ് എന്ത്? 2258. അപ്പോൾ എക്സ് ബാർ വാല്യൂ ആണിത്. അതുപോലെ ഈ 413 ആൾക്കാർ, അതായത് ഫുഡ് കലോറി എടുക്കുന്നവരുടെ 413 ആൾക്കാരുടെ
ആവറേജ് ഫുഡ് കലോറി വാല്യൂ ആണ് എത്ര 2637. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന ആവറേജ് കലോറിക്കൽ വാല്യൂ നോ പറഞ്ഞ ആൾക്കാർ, അതായത് ഫാസ്റ്റ് ഫുഡ് കഴിക്കാത്തവരും കഴിക്കുന്നവരും കമ്പയർ ചെയ്തിട്ട് അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, മോർ ദാൻ 200 ആണോ എന്നുള്ളത്. അപ്പോൾ കഴിക്കുന്നവരുടെ പോപ്പുലേഷൻ മൊത്തത്തിലെടുത്തിട്ട് അതിൻ്റെ മീൻ എന്ന് പറയുന്നത് μ1ഉം ആ എടുത്തിരിക്കുന്ന സാമ്പിളിൻ്റെ മീൻ എന്ന് പറയുന്നത് എക്സ് ബാറും, അതുപോലെ കഴിക്കുന്നവരുടെ നേരത്തെ പറഞ്ഞത് കഴിക്കാത്തവരെ μ1 എന്ന് പറയുന്നത് കഴിക്കാത്തവരുടെ പോപ്പുലേഷൻ്റെ കലോറിക് വാല്യൂ, ആവറേജ് കലോറിക് വാല്യൂ, അതുപോലെ കലോറി ഇൻടേക്ക്, അതുപോലെ μ2 എന്ന് പറഞ്ഞാൽ കഴിക്കുന്നവരുടെ ആവറേജ് കലോറി ഇൻടേക്ക് ആണ്. ഓക്കെ, μ2. അതുപോലെ y ബാർ എന്ന് പറഞ്ഞാൽ കഴിക്കുന്നവരുടെ സാമ്പിൾ, ഇപ്പോൾ എടുത്ത 413 ആൾക്കാരുടെ ഈ പറഞ്ഞ കലോറിക് വാല്യൂവിൻ്റെ ആവറേജ് ആണ് എത്ര, y ബാർ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സാമ്പിൾ സൈസ് m തന്നിട്ടുണ്ട്, n തന്നിട്ടുണ്ട്, ആൽഫയും തന്നിട്ടുണ്ട് 0.05. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. മോർ ദാൻ 200 എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പാരാമീറ്റർ നമുക്കറിയാം എന്താണ്, രണ്ട് രീതിയിലുള്ള സംഭവങ്ങൾ, ഒന്ന് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവർ, മറ്റേത് ഫാസ്റ്റ് ഫുഡ് കഴിക്കാത്തവർ, രണ്ട് രീതിയിലുള്ള ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഡാറ്റ ഉള്ളതുകൊണ്ട് ഇവിടെ അവ തമ്മിലുള്ള ആവറേജിനെ പറ്റിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പാരാമീറ്റർ μ1 മൈനസ് μ2. ഓക്കെ, where μ1 the true average calorie intake for the teen would don't typically eat fast food, and μ2 is the true average intake for teens who do typically eat fast food. μ1 കഴിക്കാത്തവരുടെ ആവറേജ് കലോറിക് ഇൻടേക്ക് ആണ്, μ2 എന്ന് പറഞ്ഞാൽ കഴിക്കുന്നവരുടെ ആവറേജ് കലോറി ഇൻടേക്ക് ആണ്. ദെൻ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താ, നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ, അത് എക്സീഡ്സ്, അത് കൃത്യമായിട്ട് വായിച്ച് നോക്കാം, ഏതാണ് ഏതിനേക്കാൾ കൂടുതൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഡസ് ദിസ് ഡാറ്റ പ്രൊവൈഡ് എ സ്ട്രോങ് എവിഡൻസ് ഫോർ കൺക്ലൂഡിംഗ് ദാറ്റ് ട്രൂ ആവറേജ് കലോറി ഇൻടേക്ക് ഫോർ ടീൻ വുഡ് ടിപ്പിക്കലി ഈറ്റ് ഫാസ്റ്റ് ഫുഡ്. ഓക്കെ, ടിപ്പിക്കലി ഈറ്റ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നതിൻ്റെ ആവറേജ് നമ്മൾ എത്രയാണ് എടുത്തത്, ആവറേജ് μ2 ആയിരുന്നു, ബൈ എക്സീഡ്സ് ബൈ മോർ ദാൻ 200 കലോറീസ്. എന്ത് ചെയ്യുന്നു, ഇത് ഈ പറഞ്ഞിരിക്കുന്ന μ1നേക്കാൾ എത്രയായിരിക്കണം, 200 ആയിരിക്കണം. അപ്പം μ2 ഗ്രേറ്റർ ദാൻ μ1 പ്ലസ് 200 ആണ്. എന്ന് വെച്ചാൽ ഈ μ1ന്ന് μ2 കുറച്ച് കഴിഞ്ഞാൽ ആ ഡിഫറൻസ് എത്രയായിരിക്കണം, -200 കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ -200 കുറവായിരിക്കണം, തിരിച്ചിട്ട് വരും. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ അതുപോലെ തന്നെ ഓർത്ത് വെക്കാം. ഇവിടെ തന്നെ നമുക്ക് കിട്ടും, കാരണം μ2 ഗ്രേറ്റർ ദാൻ, മോർ ദാൻ എന്നല്ല പറയുന്നത്, മോർ ദാൻ 200 ദാൻ μ1 ബൈ 200 ആണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും, ഇതിനിങ്ങോട്ടേക്കും എടുത്തു കഴിഞ്ഞാൽ μ1 മൈനസ് μ2 ലെസ് ദാൻ -200 എന്ന് കിട്ടും. ഓക്കെ, -200. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുക. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ എന്തെടുക്കുക, ഈക്വൽ ടു -200. ദെൻ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ വരിക, നമ്മൾ സാധാരണ രീതിയിൽ ഒരു കാര്യം കൂടി ജസ്റ്റ് ആണെന്ന് പറയാം, നമ്മൾ μ1 മൈനസ് μ2 ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് നമ്മൾ ജനറൽ ആയിട്ട് എന്ത് പറഞ്ഞത്, എക്സ് ബാർ ബൈ വൈ ബാർ ഡിവൈഡ് ബൈ ആ പറഞ്ഞിരിക്കുന്നത് σ1² ബൈ m പ്ലസ് σ2² ബൈ n എന്നൊക്കെ പറയുന്നത് μ1 മൈനസ് μ2 ഈക്വൽ ടു 0 ആവുന്ന കേസാണ്. ഇത് നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഈക്വൽ ടു സം ഡെൽറ്റ നോട്ട് എന്നുള്ള പറയുന്ന ഒരു വാല്യൂ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താ വരിക, എക്സ് ബാർ മൈനസ് വൈ ബാർ മൈനസ് ഡെൽറ്റ നോട്ട് ഡിവൈഡ് ബൈ √ഓഫ് σ1² ബൈ m പ്ലസ് σ2² ബൈ n ആണ്. അവിടെ ഡെൽറ്റ നോട്ട് എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഡെൽറ്റ നോട്ടിൻ്റെ വാല്യൂ എത്രയാണ്, ഡെൽറ്റ നോട്ട് എന്ന് പറഞ്ഞാൽ -200 ആണ്. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എക്സ് ബാർ മൈനസ് വൈ ബാർ മൈനസ് ഡെൽറ്റ നോട്ട് ഡിവൈഡ് ബൈ നമുക്ക് തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. എന്തിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല, പോപ്പുലേഷൻ്റെ അല്ല, സാമ്പിളിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പക്ഷേ n എത്രയാണ്, n 663 413 ആണ്, m 663 n 413 രണ്ടും എന്താണ്, ഗ്രേറ്റർ ദാൻ 30 ആണ്, അപ്പോൾ ലാർജ് ആണ്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പകരം യൂസ് ചെയ്യാം.
അപ്പോൾ ഇവിടെ എക്സ് ബാർ മൈനസ് വൈ ബാർ മൈനസ് ഡെൽറ്റ നോട്ടിന് പകരം -200 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് S1 സ്ക്വയർ ബൈ എം പ്ലസ് S2 സ്ക്വയർ ബൈ n ആണ് വരിക. വേറെ S1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് കഴിക്കാത്ത കുട്ടികളുടേത്. അതുപോലെ S2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ആണ്, വേരിയൻസ് ഓഫ് ഏത് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന കുട്ടികളുടെ വേരിയൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ എച്ച് എന്ന് പറയുന്നത് ലെസ് ദാൻ ടൈപ്പ് ആയതുകൊണ്ട് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എങ്ങനെയായിരിക്കും വരിക? റിജക്റ്റഡ് ഈഫ് ലെഫ്റ്റ് ടൈൽഡ് ആണ്. സെറ്റ് ലെസ് ദാൻ ഈക്വൽ ടു മൈനസ് സെറ്റ് ആൽഫ. ഓക്കെ, അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്? 0.05 ആണ്. അതിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് ആൽഫ വാല്യൂ 1.645 ആണ്. ഇപ്പോൾ നമ്മുടെ മൈനസ് സെറ്റ് ആൽഫ, ഇപ്പോൾ മൈനസ് സെറ്റ് ആൽഫ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? -1.645. നമ്മുടെ റിജക്ഷൻ റീജിയൻ സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1.645 കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? H0 റിജക്ട് ചെയ്യാം, H1 ആക്സെപ്റ്റ് ചെയ്യാം. സോ ഈ വാല്യൂ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൊടുക്കുക. എക്സ് ബാർ 2258, വൈ ബാർ 2637, S1 1519, S2 1138. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്നതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് Z വാല്യൂ -2.20. അപ്പോൾ -2.020 ആണോ -1.645 ആണോ വലുത്? സെഡ് ആൽഫയാണ് വലുത്. സോ സെഡ് ലെസ് ദാൻ മൈനസ് സെഡ് ആൽഫ എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ -2.20 ലെസ് ദാൻ -1.645, ദാറ്റ് ഈസ് സെഡ് ലെസ് ദാൻ മൈനസ് സെഡ് ആൽഫ. അപ്പോൾ നമ്മൾ എന്ത് വന്നു? ഇത് അക്സെപ്റ്റ് ചെയ്തില്ലേ? സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1.645 ആണെങ്കിൽ റിജക്ട് H0, ദാറ്റ് ഈസ് നൾ ഹൈപ്പോത്തീസിസ് റിജക്റ്റഡ്. അറ്റ് സിഗ്നിഫിക്കൻസ് ലെവൽ ഓഫ് 0.05 ഇറ്റ് ഡസ് അപ്പാരന്റ്. H1 ആക്സെപ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള കലോറിക് ആവറേജ് കലോറിക് വാല്യൂയിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. That the true average daily calorie intake for teen who typically eat fast food exceed by more than 200. That true average intake for those who don't typically eat fast food. Okay.